ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും നയനയെ കാണാനായിട്ട് വീട്ടിലേക്ക് ചെല്ലാനായിട്ട് തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ അവിടെ എത്തുകയാണ്. അപ്പോൾ നമ്മുടെ നന്ദു ആണെങ്കിൽ അത് കാണുന്നുണ്ട് കേട്ടോ. ആകെ ടെൻഷനായി നയനയുടെ അടുത്തേക്ക് ഓടുമായിരിക്കും ചെയ്യുന്നത്. അച്ഛനും കനകയും കൂടി മുത്തശ്ശനെയും സ്വീകരിച്ചിട്ട് റൂമിലിരുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ നന്ദു ഓടിയത് നമ്മുടെ മുത്തശ്ശൻ കാണും കേട്ടോ. എന്നിട്ട് പറയും, എന്താ നന്ദു അങ്ങോട്ട് ഓടിപ്പോയത് എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ട്, അവളായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ല അനിയുടെ കാര്യത്തിന്, അപ്പോൾ അതിൽ ചമ്മലായിട്ട് ഓടിയതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. നന്ദു ആണെങ്കിൽ വേഗം നയനെ എടുത്ത് ചെന്ന് പറയും, മുത്തശ്ശിയും വന്നിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പോൾ നയന പറയും, ഞാനിവിടെ ഇല്ലെന്ന് പറ, കല്യാണിയെ കാണാൻ പോയിന്ന് കള്ളം പറ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നന്ദുവിൻ്റെ അടുത്ത് പറയൂ കേട്ടോ. എന്നിട്ട് പിന്നെ നന്ദു ആണെങ്കിൽ മുത്തശ്ശിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ, ഇവിടെ ഇല്ല, കല്യാണിയെ കാണാൻ പോയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിയും കുറേ നേരം വെയിറ്റ് ചെയ്യും നയനയെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ട്, കുറേ നാളായി കല്യാണിയെ ഞങ്ങൾ കണ്ടിട്ട്, ഞങ്ങൾക്കും കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. എന്നിട്ട് പിന്നെ സംസാരിക്കുകയാണ് മുത്തശ്ശിയും ഗോവിന്ദനൊക്കെ കൂടി ഇങ്ങനെ കുറച്ച് നേരം സംസാരിക്കും. നയനയും കാണാതാകുമ്പോൾ അവർ പോകാനായിട്ട് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അവർ പോവുമായിരിക്കും ചെയ്യുന്നത്. ശേഷം കാറിൽ നിന്ന് മുത്തശ്ശിക്കും ഒരു ഡൗട്ട് തോന്നുകയാണ്, കല്യാണിയെ കാണാൻ പോകണമെന്നല്ലേ പറഞ്ഞത്, എന്നാൽ പിന്നെ നമുക്ക് കല്യാണി ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്നിങ്ങനെ മുത്തശ്ശൻ്റെ അടുത്ത് ഇങ്ങനെ മുത്തശ്ശി പറയുമായിരിക്കും ചെയ്യുന്നത് കേട്ടോ. അത് പ്രകാരം മുത്തശ്ശൻ കോൾ ചെയ്യുമായിരിക്കും കല്യാണിയെ. അപ്പോൾ കല്യാണി പറയും, നയന ഇവിടെ ഇല്ല, ഞാൻ കണ്ടിട്ട് കുറേ ആയി എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിക്കും ഒരു സംശയം തോന്നുമായിരിക്കും. എന്നിട്ട് ശേഷം തിരിച്ച് നയനയുടെ വീട്ടിലേക്ക് തന്നെ ചെല്ലായിരിക്കും ചെയ്യുന്നത് കേട്ടോ. അപ്പോഴായിരിക്കും നയനയെ തോളിലേറ്റിക്കൊണ്ട് നടക്കുന്ന നന്ദുവിനെ കാണുന്നത് കേട്ടോ. ആ കാഴ്ച കാണുമ്പോൾ മുത്തശ്ശി അന്തം വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കനക എല്ലാ സത്യങ്ങളും പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആദർശ് മോൻ്റെ അമ്മയ്ക്ക് എൻ്റെ മോളാണ് കരൾ കൊടുത്തത് എന്നുള്ള കാര്യം കൂടി കേൾക്കുമ്പോൾ മുത്തശ്ശി ആകെ കരച്ചിൽ വന്ന് ആകെ സങ്കടപ്പെടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയും സത്യം അറിയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത്രയും നാൾ ഓരോ കള്ളമൊക്കെ പറഞ്ഞ് നയനെ ഒഴിഞ്ഞുമാറുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദേവയാനിക്ക് കരൾ കൊടുത്തത് നയനയാണ് എന്നുള്ള സത്യം മുത്തശ്ശിയും തിരിച്ചറിയുന്നൊരു നിമിഷം തന്നെയാണ്. മുത്തശ്ശിയും അറിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.